സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവിക മുന്നത്തെ പോലെ ഒരാളെ അല്ല, എടുത്ത തീരുമാനം ഉറച്ചത് തന്നെയാണ്. പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രഭാവതിയും നന്ദനും അവരെയും കൊണ്ട് പറ്റുന്ന രൂപത്തിൽ സംസാരിച്ച് ദേവികയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുവെങ്കിലും ദേവിക ഉറച്ച തീരുമാനത്തിൽ വീട് വിട്ടിറങ്ങുന്നുണ്ട്. ഈ സമയം എല്ലാം അറിയുന്ന ഇസബല്ലയാണെങ്കിൽ ഒരുപാട് സന്തോഷിക്കുന്നു. താൻ എന്താണ് ഇത്രയും നാൾ സ്വപ്നം കണ്ടത് അത് തന്നെ നടന്നിരിക്കുന്നു എന്നുള്ള രൂപത്തിൽ അവൾ മതിമറന്ന് സന്തോഷിക്കുന്നു. മാത്രമല്ല പാപ്പനോടും കെവിനോടും ഋഷിയോടും തൻ്റെ സന്തോഷം വിളിച്ചറിയിക്കുന്നുണ്ട്. ഋഷിയെ വിളിച്ച് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് ഇസബല്ല. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഞാൻ നന്ദൻ്റെ പിന്നാലെ നടന്നിരുന്നതാ. അന്ന് നന്ദന് എന്നേക്കായും ഇഷ്ടം ദേവികയോടായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ആഗ്രഹം പൂവണിഞ്ഞിരിക്കുന്നു. ദേവിക നന്ദനെ ഉപേക്ഷിച്ച് ഇന്ന് ചന്ദ്രോത്ത് വീടിൻ്റെ പടി ഇറങ്ങിയെന്നാ കേട്ടത്. എന്തായാലും ഞാൻ കാതോർത്തിരുന്ന വാർത്തയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇതിനെല്ലാം നിമിത്തമായത് നീ ഒരാളാണ് ഋഷി എന്ന് പറഞ്ഞ് ഋഷിയെ അഭിനന്ദിക്കുന്ന സമയത്ത് വെറും ഒരു അഭിനന്ദനം മാത്രം പോരാ, എനിക്ക് ചെലവ് ചെയ്യണമെന്ന് ഋഷിയാണെങ്കിൽ തമാശ മട്ടിന് പറയുന്നുണ്ട്. അങ്ങനെ ഋഷിയുടെ സന്തോഷവും സംസാരവും ഒക്കെ കേട്ടിട്ട് ചന്ദ്രോത്ത് വീടുമായി ബന്ധപ്പെട്ട എന്തോ കാര്യം പറയുവാണെന്ന് അരുന്ധതിക്ക് ഉറപ്പാകുന്നു. കാരണം തൻ്റെ മകൻ്റെ പെരുമാറ്റവും ഇപ്പോൾ മറ്റെന്തിനേക്കായും അവൻ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ചന്ദ്രോത്ത് വീടിൻ്റെ പതനമാണ്. ഫോൺ കട്ട് ചെയ്യുന്ന ഋഷിയോട് അരുന്ധതി വന്ന് ചോദിക്കുന്നു, എന്താ മോനെ, ചന്ദ്രോത്ത് വീട്ടിലെ ആരെയോ പറ്റിയാണല്ലോ നീ സംസാരിച്ചത്? ആരാ വിളിച്ചത്? കെവിനാണോ? കെവിനല്ലമ്മ, ഇസബല്ല, എൻ്റെ മറ്റൊരു കൂട്ടുകാരിയാണ്. അവൾ വിളിച്ചത് മറ്റൊരു സന്തോഷ വാർത്ത പറയാനാ. എന്താ? ദേവിക ചന്ദ്രോത്ത് വീട്ടിൻ്റെ പടി ഇറങ്ങിയിരിക്കുന്നു. നന്ദനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് പടി ഇറങ്ങിയെന്നാ കേട്ടത്. അതിന് കാരണക്കാരൻ ഒരു കണക്കിനല്ലെങ്കിൽ മറ്റൊരു കണക്കിന് ഞാൻ തന്നെയാണ്. അങ്ങനെ പ്രഭാവതിയുടെ ഏറ്റവും വലിയ നട്ടെല്ലായ MLA മരുമകൾ പടി വിട്ടിറങ്ങിയിരിക്കുന്നു. മോനെ, നീ കാണിക്കുന്നതൊന്നും ശരിയല്ല. കിടന്ന കിടപ്പിൽ കടന്ന നിന്നെ ഈ രൂപത്തിൽ മാറ്റിയെടുത്തത് ദേവിക ഒറ്റൊരാളുടെ സഹായവും പരിചരണവും ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള പാവം പെൺകുട്ടിയെ നീ ദ്രോഹിക്കുന്നത് ഈശ്വരൻ പോലും പൊറുക്കില്ല. അപ്പോൾ പ്രഭാവതി എന്ന് പറയുന്ന സ്ത്രീ എന്നോട് കാണിച്ചതെല്ലാം ഈശ്വരൻ പൊറുക്കുന്ന കാര്യമാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അത് പ്രഭാവതി ചെയ്ത തെറ്റിന് നീ എന്തിനാ പാവം ദേവികയെ വേദനിപ്പിക്കുന്നത്? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല മോനെ. ദേവികയെ വേദനിപ്പിക്കുന്നത് അതിൻ്റെ പേര് മാത്രമല്ല. അവൻ്റെ അമ്മ പ്രൊഫസർ പ്രഭാവതി എന്നോടും അമ്മയോടും ലീനയോടും ചെയ്ത ക്രൂരത വ്യക്തമായിട്ട് അറിയാവുന്ന നന്ദൻ അവൻ്റെ അമ്മയെ വേദനിപ്പിച്ചു എന്ന പേര് എന്നെ കൊല്ലാനല്ലേ ശ്രമിച്ചത്? ശരിക്കും ഞാൻ അന്ന് മരണപ്പെട്ടിരുന്നുവെങ്കിലും അവൻ ഇതുപോലെ ഒന്നും അറിയാത്ത രൂപത്തിൽ സമൂഹത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകത്തില്ലായിരുന്നോ? എൻ്റെ അമ്മയ്ക്കല്ലായിരുന്നോ വീണ്ടും നഷ്ടമുണ്ടാകുന്നത്? എന്തായാലും അവൻ എന്നോടും എൻ്റെ കുടുംബത്തിനോടും ചെയ്ത ക്രൂരതയ്ക്ക് ഇങ്ങനെ അവൻ അനുഭവിക്കണം. അതെനിക്ക് കണ്ട് സന്തോഷിക്കണം എന്ന് പറഞ്ഞു പോകുമ്പോൾ അരുന്ധതിയാണെങ്കിൽ മനസ്സിൽ ആകെ സങ്കടപ്പെടുന്നു. തൻ്റെ മകൻ തൻ്റെ ഇഷ്ടത്തിനോ ആഗ്രഹത്തിനോ ഒന്നും മറുവാക്ക് പറയാതെ കൂടെ നിൽക്കുന്ന മകൻ ഇപ്പോൾ താൻ എന്ത് തന്നെ പറഞ്ഞാലും കേൾക്കുന്നില്ല. ഇത്രയും കാലം തൻ്റെ മകൻ തീരെ വയ്യാതെ കിടന്ന കിടപ്പിൽ റൂമിൽ തന്നെ കിടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ മറ്റാരെയും അറിയിക്കാനോ സഹതാപം നേടാനോ അരുന്ധതി ആഗ്രഹിച്ചിരുന്നേയില്ല. ഇപ്പോൾ തൻ്റെ മകന് എല്ലാം കൊണ്ടും ഓക്കെയായി, ഹെൽത്തിയായി, ബിസിനസ് ഏറ്റെടുത്ത് നടത്താനും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ ആരോഗ്യവും ആവതുമെല്ലാം വന്ന സമയത്തും റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടി മറഞ്ഞിരിക്കുന്ന ആ ഒരു കാഴ്ച ഒരമ്മയെന്ന നിലയ്ക്ക് അരുന്ധതിയുടെ മനസ്സിനെ വല്ലാതെ കീറി മുറിക്കുന്നുണ്ട്. തൻ്റെ മകൻ ഇങ്ങനെ മരണപ്പെട്ടു പോയെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായി കൂടെ നിൽക്കുന്ന ആ ഒരു ഗതികേട് അരുന്ധതിയെ വല്ലാതെ ചിന്തിപ്പിക്കുന്നു. എന്തായാലും ദേവികയോട് തൻ്റെ മകൻ ചെയ്തത് തീർത്താ തീരാത്ത ഒരു ക്രൂരതയാണെന്ന് മനസ്സിലാക്കിയ അരുന്ധതിയാണെങ്കിൽ ദേവികയെ വിളിക്കുന്നു. അത് വെറുതെ ഒരു സൗഹൃദ സംഭാഷണത്തിനപ്പുറം ദേവിക നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ അവൾക്ക് മാനസികമായ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെങ്കിലും ദേവികയുടെ വർത്താനത്തിൽ അരുന്ധതി ആകെ ഞെട്ടുന്നുണ്ട്. കാരണം പഴയ ദേവികയല്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് കരയുന്ന ദേവികയിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള ദേവികയുടെ സംസാരം കേട്ടിട്ട് അരുന്ധതി പോലും ഞെട്ടിപ്പോകുന്നു. കാരണം തൻ്റെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നെങ്കിലും ഒരു MLA സ്ഥാനം, ജനങ്ങൾക്ക് താൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് കരുത്തുറ്റ ഒരു പെൺകുട്ടിയായി ജനങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാനാണ് തനിക്ക് താല്പര്യം എന്നൊക്കെ ഉള്ള രൂപത്തിൽ സംസാരിക്കുന്ന ദേവികയുടെ ആ ഒരു വർത്തമാനത്തിന് മുമ്പിൽ ദേവികയെ ഓർത്ത് അരുന്ധതി അഭിമാനിക്കുന്നു. തൻ്റെ മകനോ അല്ലെങ്കിൽ ബെല്ലയോ കെവിനോ എത്ര തന്നെ തകർക്കാൻ നോക്കിയാലും അങ്ങനെ തകർക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയല്ല ദേവിക. പ്രഭാവതിയെ തോൽപ്പിക്കാനായി ദേവികയെ MLA ആക്കിക്കൊണ്ട് ധാരാളം പൈസയും ആൾബലവും ഉപയോഗിച്ച അരുന്ധതി MLA ദേവികയായതിനു ശേഷം തൻ്റെ കളിപ്പാവയായിട്ട് മാറുന്നില്ല എന്നുള്ളൊരു പരിഭവത്തിൻ്റെ പുറത്ത് പ്രഭാവതിയെ എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടിയിട്ട് ദേവികയെ കരുവാക്കാമെന്ന് വിചാരിച്ച് അതൊന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ദേഷ്യം തോന്നിയെങ്കിലും ഇപ്പോഴുള്ള ദേവികയുടെ ഈ മാറ്റം
അരുന്ധതിയുടെ മനസ്സിനെ തന്നെ സന്തോഷിപ്പിക്കുന്നു. തൻ്റെ മകനെന്നല്ല ആർക്കും ഇനി ദേവികയെ തകർക്കാൻ പറ്റില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എന്നാൽ അതേസമയം ദേവിക ഒരു MLA ആയി സമൂഹത്തിൽ ഒരുപാട് നിലയും വിലയൊക്കെ തങ്ങളുടെ വീട്ടുകാർക്കുണ്ടായി. എങ്കിലും മകളുടെ ജീവിതം തകർന്നല്ലോ എന്നാലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന രാധികയും മാധവനെയും സപ്പോർട്ട് ചെയ്യാനും അവരെ ആശ്വസിപ്പിക്കാനും ശാരിക ഒരുപാട് പെടാപ്പാട് പെടുന്നുണ്ട്. ആ സമയത്ത് ശാരിക എന്തുകൊണ്ടാണ് ഈ ഒരു പ്രേമനാടകം കെവിനോട് കാണിച്ചേ എന്നുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. ചേച്ചി വിചാരിക്കുന്നത് പോലെ ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല. ചേച്ചിയുടെയും ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് പുതുതായി കടന്നു വന്ന കുറേ കൂട്ടുസെറ്റുകളാണ് ചേച്ചിയുടെ ജീവിതത്തിനെ ഇങ്ങനെ താളം തെറ്റിച്ചത്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കെവിൻ ചേട്ടനെ സ്നേഹിക്കുന്ന രൂപത്തിൽ അയാളുടെ പിന്നാലെ നടക്കുന്നത്. അല്ലാതെ എനിക്ക് അയാളോട് യാതൊരു സ്നേഹവും ഇല്ല എന്ന് ശാരിക തുറന്നു പറയുമ്പോൾ കേട്ട് ഞെട്ടിവരച്ച് നിൽക്കുവാണ് ദേവിക. മാത്രമല്ല, നവീനുമായിട്ടുള്ള വിവാഹം ഇതുവരെ മുടങ്ങിയിട്ടില്ല. മുരളിയേട്ടനും ഗൗരി ചേച്ചിയും അറിഞ്ഞുകൊണ്ട് ആ വിവാഹം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ലളിതമായിട്ട് വിവാഹം നടത്തിയാൽ മതിയെന്ന് ഞാൻ തന്നെയാണ് മുരളിയേട്ടനോട് പറഞ്ഞത്. നവീൻ ചേട്ടനും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അറിഞ്ഞുകൊണ്ട് സപ്പോർട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ രാധികയും മാധവനും ദേവികയ്ക്കും ഒരുപാട് സന്തോഷവും സമാധാനമാകുന്നു. ഇതുവരെ ഞാൻ തന്നെയാണ് നവീനേട്ടനെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം ഭാർഗവി ആൻറ്റിക്കോ മറ്റാർക്കും അറിയില്ല. അതൊരു രഹസ്യമായിട്ടിരുന്നാൽ മതിയെന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നു. കാത്തിരിക്കാൻ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്.